118 സങ്കീർത്തനം അതിന്റെ 23 വാക്യം ഒന്നുകൂടെ വായിക്കാം. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. യഹോവയാൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ ദൈവത്താൽ യഹോവയാൽ സംഭവിച്ച അനവധി വിഷയങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ദൈവത്താൽ സംഭവിക്കുന്നതാണ്. എല്ലാ കാര്യവും ദൈവം അറിഞ്ഞ എന്നാൽ ചില പ്രത്യേക വിഷയങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ ഓർക്ക് ഇത് വ്യാജൊപ്പിച്ചുകൊണ്ട് വന്നതാണ്, അല്ലെ അപ്പുറത്തുകാർ കൂടോത്രം ചെയ്തതാ, അല്ലെങ്കിൽ എനിക്കെതിരെ അവരെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്തതാ ആയിരിക്കാം. ഏത് വിഷയമാണെങ്കിലും ചില കാര്യം ദൈവത്താൽ സംഭവിച്ചതാ. അതല്ലയോ നമ്മൾ അന്ന് ചിന്തിച്ചത്? യഹോവയാൽ സംഭവിച്ച ആദ്യത്തെ പോയിന്റ് നമ്മൾ അന്ന് ചിന്തിച്ചതാ. ഓർമ്മയുണ്ടെങ്കിലൊന്ന് പറ. ആർക്കും പറയാം. ഇപ്പം വീട്ടിലിരിക്കുന്നവരെല്ലാം അത് പറയുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ വന്നിട്ടുള്ളവരാരേലും അന്ന് ഞാൻ പ്രസംഗിച്ചത് ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെ എന്തെല്ലാം കാര്യമാണ് പ്രസംഗിച്ചേക്കുന്നത്, അതെല്ലാം ഞങ്ങളിപ്പോൾ ഓർത്തിരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ പൊതുവെ പറഞ്ഞില്ലെന്നേ ഉള്ളെങ്കിലും ഹൃദയത്തിൽ അങ്ങനെ ചിന്ത വന്ന് കാണും. ഇങ്ങനെ വായി വരുന്നതെല്ലാം വിളിച്ച് പറയും, അതെല്ലാം ഞങ്ങൾ ഓർത്തിരിക്കണമെന്ന് ഉണ്ടോ എന്നൊരു ചിന്ത ചിലപ്പോൾ അകത്ത് കയറി കാണാം. എന്നാൽ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ അന്ന് പ്രസംഗിച്ചതാണ്. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. അതിൽ അന്ന് ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ഇസഹാക്കിന്റെ വിവാഹം യഹോവയാൽ സംഭവിച്ചതാണ്. 24:50 വായിച്ചേ, നമ്മളന്ന് ചിന്തിച്ചതാ. ഉൽപ്പത്തി 24:50. ഈ കാര്യം യഹോവയാൽ വരുന്നു. മൈക്ക് കൂടെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വായിക്കേ. ഈ കാര്യം യഹോവയാൽ വരുന്നു. യഹോവയാൽ സംഭവിച്ചു. ഏത് കാര്യമാ? ഇസഹാക്കിന്റെ വിവാഹം. ഇത് യഹോവയാൽ വരുന്നെന്ന് ലാബാനും ബെതുവേലും എല്ലാം കൂടെ ചേർന്ന് പറയുക. വായിച്ചേ ഒന്നുകൂടെ. ഈ കാര്യം യഹോവയാൽ വരുന്നു, നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഇതാ റിബേക്ക നിന്റെ മുമ്പാകെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കാര്യം യഹോവയാൽ വരിക, ഇസഹാക്കിന്റെ വിവാഹം. നമ്മൾ ആ നെടലും പൊരുളും അന്നേരം ചിന്തിച്ചതാ. ഇസഹാക്കിനെയും ക്രിസ്തുവേശുവിനെയും തുലനം ചെയ്ത് പ്രതിരൂപ സ്വരൂപങ്ങളായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. 1-2 കാര്യങ്ങൾ ഓർപ്പിക്കാം, അപ്പൊ ചിലപ്പോൾ ഓർമ്മ വരും. ഒന്ന്, ഇസഹാക്ക് വാഗ്ദത്ത സന്തതിയാ, യേശു ക്രിസ്തുവും വാഗ്ദത്ത സന്തതിയാ. 2, രണ്ടുപേരുടെയും പേര് ജനിക്കുന്നതിന് മുന്നേ വെളിപ്പെടുത്തി. അബ്രഹാമിനോട് സാറായിയോടും ദൈവം ഇസഹാക്ക് ജനിക്കുന്നതിന് മുന്നേ പറഞ്ഞു അവൻ ഇസഹാക്കെന്ന് പേരിടണം. മറിയത്തോടും ദൂതൻ വന്ന് പറഞ്ഞു അവൻ യേശുവെന്ന്. അപ്പൊ ജനിക്കുന്നതിന് മുമ്പേ രണ്ടുപേരുടെയും പേര്. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? എന്നിട്ടും ഇല്ല. ജെയ്സനെ ഓർക്കുന്നില്ല? ഷിനിപ്പാസ്റ്റേ കുറച്ച് കാര്യം പുള്ളി അത്രയെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ, വലിയ കാര്യം. കുറച്ച് കാര്യം ഓർന്ന്. ജെയ്സനെ ഇതിങ്ങനെ ശ്രുതി പിടിക്കുന്നല്ലാതെ ഓർക്കുന്നില്ലേ? ഉണ്ട്. ബിജുവേ ഇടയ്ക്ക് വന്നില്ലെന്ന് തോന്നല്ലേ? അതാ മറ്റൊരാൾ യോഗത്തിന് പോയപ്പം തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര യോഗമായിരുന്നു. ഏത് വാക്യാ പുള്ളി കുറുവാക്യം വായിച്ചേ? ഞാൻ താമസിച്ച് എന്നതുകൊണ്ട് കേട്ടില്ല. ആട്ടെ പുള്ളി ഇടയ്ക്ക് എന്നാ പറഞ്ഞേ? ഞാൻ ഇടയ്ക്ക് ഇരുന്ന് മയങ്ങിപ്പോയത് കൊണ്ട് അതും കേട്ടില്ല. ആട്ടെ പുള്ളി എവിടെ നിർത്തിയത്? ഞാൻ നേരത്തെ പോകുന്നത് കൊണ്ട്. അങ്ങനെയുണ്ട്. നല്ല യോഗം. സ്തോത്രം. എനിക്ക് നിങ്ങളുടെ ഇരിപ്പും നോട്ടം കണ്ടിട്ട് മിക്കവാറും അത് തന്നെ എന്നാ. താമസിച്ച് വന്നതുകൊണ്ട് കുറുവാക്യം കേട്ടില്ല, ഇടയ്ക്കിരുന്ന് മയങ്ങിയത് കൊണ്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, പക്ഷേ 6:30 തുടങ്ങരുത്, കാരണം വെളുപ്പിന് എഴുന്നേറ്റ് മയക്കവാ.
ഉറങ്ങിയ പാസ്റ്റ് അവിടെ ഇരുന്ന് ആവശ്യമില്ലാത്തത് പറയുകയും ചെയ്യും. അല്ല, ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്ന ആട്ടെ. അപ്പോൾ ഒന്ന്, രണ്ടുപേരും വാഗ്ദത്ത സന്തതിയാ. ഇസഹാക്കും വാഗ്ദത്ത സന്തതി, ക്രിസ്തുവേശുവും വാഗ്ദത്ത സന്തതി. രണ്ടുപേരും ജനിക്കുന്നതിന് മുമ്പേ പേര് വെളിപ്പെടുത്തി. അന്ന് ഇതെല്ലാം വായിച്ചതാ. എന്നാലും നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. 17:19 വായിച്ചേ. ഉൽപ്പത്തി. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറാ തന്നെ, നിന്റെ ഭാര്യയായ സാറായി തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. ജനിക്കുന്നതിന് മുന്നേ പേര് വെളിപ്പെടുത്തി. നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. യേശുക്രിസ്തുവിൻ ജനിക്കുന്നതിന് മുമ്പ് പേര് വെളിപ്പെടുത്തി. വായിച്ചേ മത്തായി സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിച്ചേ. 1:21. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണമെന്ന് പറഞ്ഞു. ജനിക്കുന്നതിന് പേര് വരെ വെളിപ്പെടുത്തി. സ്തോത്രം. അതാണ് ക്രിസ്തുവേശുവും ഇസഹാക്കും തമ്മിൽ താരതമ്യ പഠനം നടത്തുമ്പോൾ മൂന്നാമത്തെ ഒരു ചിന്ത, രണ്ടുപേര് ഏകജാതൻ എന്നാ അവരെ പരാമർശിച്ചു. ഏകജാതൻ. ഇസഹാക്കിനെ പറ്റിയും ഏകജാതൻ എന്ന അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ, ക്രിസ്തുവേശുവിനെ പറ്റിയും വായിക്കുന്ന ദൈവത്തിന്റെ ഏകജാതൻ എന്ന ആ ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ ആ 22:2 വായിച്ച. 22:2 മൈക്കിൽ കൂടെ വായിക്കൂ സിസ്റ്ററെ. വായിച്ചോ. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ കണ്ടോ, ഏകജാതൻ. ഇസഹാക്കിനെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് ഏകജാതൻ എന്ന. നമ്മുടെ അരിമനാഥനാകുന്ന ക്രിസ്തുവേശുവിനെ പറ്റിയും കൊടുത്തിരിക്കുന്നത് ഏകജാതൻ. അറിവുള്ള വാക്യം, മനപ്പാടം ആ വാക്യം നിങ്ങൾ പറഞ്ഞേ. ഉറക്കെ പറ. അതാ റെഫറൻസ് ഒന്ന് പറഞ്ഞു വായിച്ചേ. ആ വാക്യം എടുത്ത് വായിച്ചേ. വായിര്. ആരുടെ 3-ാം, ആരുടെ 16-ആന്നോ? യോഹന്നാൻ 3:16. അയ്യോ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. ഏകജാതൻ കണ്ടോ. അപ്പൊ ഇസഹാക്കിനെ പറ്റി പരാമർശിച്ചിരിക്കുന്നത് ഏകജാതൻ, അബ്രഹാമിനോട് ബന്ധത്തിൽ. നമ്മുടെ അരുമനാഥനാകുന്ന മിശിഹാനപുരാനെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് ഏകജാതൻ, ദൈവത്തിന്റെ ഏകജാതൻ. പാപയാഗമായി കാൽവറിയിൽ എന്നെ തേടി വന്നല്ലോ. ആമേൻ. ദൈവത്തിന്റെ പാപയാഗമായി കാൽവറിയിൽ എന്നെ തേടി വന്നല്ലോ. അപ്പോൾ ഏകജാതൻ, കർത്താവും ഏകജാതനാ. അടുത്തത്, രണ്ടുപേരുടെയും ജനനം സ്വാഭാവികമായിട്ട് വളരെ വ്യത്യസ്തമാണ്. സ്വാഭാവിക ജനനമുണ്ട്. ഒരു പുരുഷനും സ്ത്രീയും വിവാഹ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഏർപ്പെട്ട് അവരുടെ ജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ ദൈവത്താൽ അവർക്ക് തലമുറ ലഭിക്കും. അത് സ്വാഭാവികമാണ്. എന്നാൽ ഇസഹാക്കിന്റെയും യേശുക്രിസ്തുവിന്റെയും ജനനം സ്വാഭാവിക നിലയിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം അബ്രഹാമിന് വയസ്സ് 99 ആകുന്നു. സാറാമ്മയ്ക്കോ? നിങ്ങൾ സ്ത്രീകൾ പലരും കൃത്യം വയസ്സ് പറയത്തില്ല. എന്നാലും സാറായുടെ കാര്യം പറ. നിങ്ങളുടേത് പറയണ്ട. ആരാണ്ട് ഇവിടെ നിന്ന് ഞരങ്ങുന്നു? സ്തോത്രം. അടുത്ത ഞായറാഴ്ച വരുമ്പോൾ പറഞ്ഞാൽ മതി, ഒരു അവധി തരിക. രണ്ടുപേർക്കും വാർദ്ധക്യ സഹജമായ അപാകതകൾ, ബലഹീനതകൾ രണ്ടുപേർക്കുമുണ്ട്. അതുകൊണ്ട് ഒരു തലമുറയെ ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചത്. അബ്രഹാം ആദ്യം ചിരിച്ചു, സാറാമ്മ പിന്നെ ചിരിച്ചു. ഇനി ഞാൻ ഗർഭവതിയാകുമോ?
അതിൻ്റെ ആ ടൈം കഴിഞ്ഞു. ഇതൊക്കെ ആ ചിന്ത. പക്ഷെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെയാ ഞാനും നിങ്ങൾ സേവിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, പലരും പറയും ഇനി നടക്കത്തില്ല, വിടുതൽ കാണത്തില്ല, ഇനി അതിലൊരു നീക്കുപോക്കില്ല, ഇതോടെ തീർന്നു, നാടൻ ഭാഷ പറഞ്ഞ് അസ്തമിച്ചു, നശിച്ചു, രക്ഷപ്പെടുക. അതൊക്കെ ലോകം പറയും. പക്ഷേ ദൈവം പറയുന്നത് നിന്നെ വിടിവിക്കും, നിന്നെ സഹായിക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. ദൈവത്തിൽ വിശ്വസിച്ചോണം. സ്തോത്രം. ദൈവത്തിൽ വിശ്വസിച്ചോണം. ഈ അവിശ്വാസമുള്ളവന്റെ കൂടെ നടന്ന നമ്മുടെ വിശ്വാസവും കൂടെ അയ്യോ പോകും, തീർച്ചയായിട്ടും പോകും. അങ്ങനെയുള്ളവരുടെ കൂടെ അധികം സഹകരിക്കാതിരിക്കുന്നതാ. പിണങ്ങണ്ട. എന്തോ ഉണ്ട് എത്ര ചോദിച്ചിട്ട് അങ്ങ് നടന്നേക്കണം. നിൽക്കരുത്. നിന്നാ അവൻ പിടിച്ചു നിർത്തി. സ്തോത്രം. അഥവാ നീ നിന്നാൽ നിന്റെ അകത്തെ വിശ്വാസം അവന് കൊടുത്തേച്ചേ പോരാവൂ. അല്ലാതെ അവൻ്റെത് മേടിച്ചോണ്ട് വീട്ടോട്ട് വന്ന് വെച്ച്, ഓ തങ്കമ്മ ഞാൻ ഇനിയും പ്രാർത്ഥനയ്ക്കൊന്നും പോകുന്നില്ല, ഇന്ന് ഉച്ച കഴിഞ്ഞ് അവറാച്ചനെ കണ്ട, അവറാച്ചൻ ഓരോ കാര്യം പറഞ്ഞതൊന്ന് കേൾക്കണം. അയാൾ 50 കൊല്ലമായിട്ട് പെന്തിക്കോസിലാണ്, അയാൾ ഓരോ ചരിത്രം പറഞ്ഞത് കേൾക്കണം. ഞാനിനി അങ്ങോട്ടും ദൈവത്തെ ഓർത്ത് അങ്ങനെയുള്ള അവറായുടെ കൂടെ കൂട്ടുപിടിക്കാതിരിക്കുന്നതാ. സ്തോത്രം. വിശ്വാസമുള്ളവൻ്റെ കൂടെ നടക്കണം, നിനക്കും വിശ്വാസം ഉണ്ടാകും. പ്രത്യാശയുള്ളവൻ്റെ കൂടെ നടക്കണം, നിനക്കും പ്രത്യാശ ഉണ്ടാകും. പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ നടക്കണം, നീയും പ്രാർത്ഥിക്കും. ആരാധിക്കുന്നവൻ്റെ കൂടെ നടക്കണം, നീയും ആരാധിക്കും. വചനം ധ്യാനിച്ച് ചിന്തിക്കുന്നവൻ്റെ കൂടെ നടക്കണം, നീയും അങ്ങനെ തന്നെയാകും. പ്രൈസ് ദ ലോർഡ്. സദൃശവാക്യത്തിൽ ഒരു പദമുണ്ട്, ജ്ഞാനികളോട് കൂടെ നടക്ക, എന്നാൽ നീയും ജ്ഞാനിയാകുമെന്ന. പ്രൈസ് ദ ലോർഡ്. പ്രശ്നക്കാരുടെ കൂടെ നടന്നാലോ എപ്പോഴും പ്രശ്നമാണ്. കടയിൽ കയറിയപ്പോൾ അവിടെ പ്രശ്നം, മീൻ മേടിക്കാൻ ചെന്നപ്പം അവിടെ പ്രശ്നം, വണ്ടി നന്നാക്കാൻ ചെന്നപ്പം അവിടെ പ്രശ്നം, ബന്ധുക്ക വീട്ടിൽ ചെന്നപ്പം അവിടെ പ്രശ്നം, കല്യാണത്തിന് ചെന്നപ്പം അവിടെ പ്രശ്നം, വിരുന്നിന് ചെന്നപ്പം അവിടെ പ്രശ്നം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചിലര് പ്രശ്നക്കാരാ. സ്തോത്രം. ആട്ടെ, വിവരിക്കുന്നില്ല. ഇസഹാക്കിന്റെയും ക്രിസ്തുവേശുവിന്റെയും ജനനം സ്വാഭാവിക ജനനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം അബ്രഹാമും സാറായും വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങളും അപാകതകളുണ്ട്. പക്ഷെ അത് ലോകം നോക്കുമ്പോൾ സാധ്യതയില്ല. പക്ഷെ ദൈവത്താൽ ഇതെല്ലാം സാധ്യമാണ്. ഞാൻ പുതിയ പാട്ടുകൾ എനിക്ക് ചിലത് അറിയത്തില്ല, എന്നാൽ ചില പാട്ടുകൾ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. പിന്നെ ചിലത് അറിയാൻ മേലാത്ത കൊണ്ടായി പാടാത്ത. ഒരു പാട്ടിൻ്റെ ആ വരി എനിക്കിഷ്ടമാണ്. എൻ്റെ ദൈവത്താലെല്ലാം സാധ്യം. എനിക്കത് പാടാൻ അറിയാൻ മേല. നിങ്ങൾക്കറിയാൻ ഒരു വരി ഒന്ന് പാടിക്കേ. അതല്ല, എന്റെ ദൈവത്താലെല്ലാം സാധ്യം. ആഴിമേൽ നടന്നു അഗ്നിയിലിറങ്ങി എന്തിടാതെ. അത് തന്നെ, എന്റെ ദൈവത്താലെല്ലാം സാധ്യം. നമ്മുടെ കർത്താവിനാൽ സകലത് സാധ്യമാണ്. നീ മനോഭാരത്തോടായിരിക്കും രാവിലെ എന്നെ കേൾക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത്. ആരോടും പറയാത്ത തിങ്ങി വിങ്ങുന്ന വേദനകളുമായി വന്നെങ്കിൽ അവന് സ്തോത്രം. ഒരു കാര്യം ഉറപ്പിച്ച് പറയാ, നിന്റെ ദൈവത്താലെല്ലാം സാധ്യമാണ്. പ്രൈസ് ദ ലോർഡ്. നിരാശപ്പെട്ടു പോകരുത്. ഞാൻ ദൈവമക്കളോട് പറയാറുണ്ട്, നിങ്ങളും അങ്ങനെ ചിലർ ചെയ്യും, സ്തോത്രം ചെയ്തോണം. വീട്ടിൽ നടക്കുമ്പോഴും മടി നടക്കുമ്പോഴും വണ്ടിയിലിരിക്കുമ്പോഴും അടുക്കളയിൽ നീ പെരുമാറുമ്പോഴും എല്ലാം അങ്ങ് സ്തോത്രം ചെയ്തോണം. സ്തോത്രം ചെയ്തോണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില വിഷയങ്ങൾ ഹൃദയത്തിൽ വേദനയോട് വരുമ്പോൾ അങ്ങ് സ്തോത്രം ചെയ്തോണം. സ്തോത്രം, 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 സ്തോത്രം. ഭാരം അങ്ങ് മാറും. അപ്പുറത്തുകാരി ചിലപ്പോൾ കേൾക്കാൻ പറയും, മട്ടാന്ന് തോന്നുന്നു കേട്ടോ, ഇന്നലെ വരെ വലിയ കുഴപ്പം ഇല്ലായിരുന്നു, ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്ക് എങ്ങാണ്ട് പോയ ഇച്ചിരി ഇളക്കം വാന്നാ തോന്നുന്നു. അതിരുന്നോ അല്ല, ഇച്ചിരി നമുക്ക് ഇച്ചിരി വട്ടം ഉണ്ടല്ലോ അല്ലേലും. സ്തോത്രം. പൊതുവേ നമുക്ക് ഇച്ചിരി, പിന്നെ നമ്മളെ ചെല്ല് പറയുന്ന വട്ടന്മാരെന്നാ, ആ വട്ടം പോകുന്നെന്ന്. അത് നല്ലതാ, ഇച്ചിരി വട്ടമുണ്ട് നമുക്ക്. സ്തോത്രം. ഇച്ചിരി വട്ടില്ലാതെ ജീവിക്കാനും പിന്നെ സ്തോത്രം. അങ്ങ് സ്തോത്രം ചെയ്തേക്കണം. ഒരു കുഴപ്പവും നിനക്ക് വരികയല്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനവും സ്വാഭാവിക നിലയിൽ നിന്ന് വ്യത്യസ്തമാണ്. കന്യകയാ ഗർഭിണിയായിരിക്കുന്നത്. യേശുക്രിസ്തുവും
ഇസഹാക്കും താരതമ്യ പഠനം. സ്തോത്രം. രണ്ടുപേരും ആ വിധത്തിൽ ജനിച്ചതാണ്. അടുത്ത ഒരു ചിന്ത, നാലാമത്തത്, രണ്ടുപേരും നിന്ദിക്കപ്പെട്ടു സ്വന്തക്കാരാൽ. ഇശ്മായേല്, ഹാഗാർ, അവർ രണ്ടുപേരും കൂടെ ചേർന്ന്, വിശേഷിച്ച് ഇശ്മായേല്, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇസഹാക്ക് പരിഹാസിയ, നിന്ദിക്കുക. നമ്മുടെ കർത്താവിനെയും സ്വന്തക്കാരെല്ലാം നിന്ദിച്ചു, ആക്ഷേപിച്ചു, അപമാനിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ക്രിസ്തുവിനെ ആക്ഷേപിച്ച ലോകമാണ്, യേശു ക്രിസ്തുവിനെ അപമാനിച്ച ലോകമാണ്, യേശു ക്രിസ്തുവിനെ പരിഹസിച്ച ലോകമാണ്. നിന്നെ വിടുവോ? ദൈവം തമ്പുരാനെ പോലും വെറുതെ വിട്ടില്ല. പിന്നെ ആ യശയാപ്രവചനത്തിലെ ഭാഷാപ്രയോഗത്തിൽ വെച്ച് പറഞ്ഞ പുഴുവായ നിന്റെ കാര്യം അവിടുത്തെ പരിഹസിച്ചു. പക്ഷെ അവിടുന്ന് അതെല്ലാം ശാന്തമായിട്ട് സഹിച്ചു. നമ്മളും അത് തന്നെ ആയിരിക്കണം മാതൃക. യേശുക്രിസ്തു ഒന്നിനും എതിര് പറഞ്ഞില്ല. എന്തുവാടാ നീ എന്നെ വിളിച്ച ബെയൽസബൂലെന്നോ? എന്നാൽ അത് തെളിയിച്ചിട്ട് ഉള്ളു പിശാചാടാന്ന് പറഞ്ഞ് ചാടി മാന്തി കീറിയൊന്നുമില്ല. ഏതായാലും നീ എന്നെ പിശാചെന്ന് വിളിച്ചതാ. എന്നാൽ പിശാചിന്റെ സ്വഭാവം അവൻ്റെ കണ്ണും മുന്നിയെല്ലാം മാന്തി കീറി. യേശു ഒന്നും വേണ്ടിയില്ല. വേശ്യാപുത്ര എന്ന് വിളിച്ചു. അന്ന് DNA ടെസ്റ്റ് നടത്തിയിട്ടേ ഉള്ളത് ആരുടെയാന്ന് തെളിയിച്ചിട്ട് യേശു അതിനൊന്നും പോയില്ല. നമ്മളായിരുന്നല്ലോ, ഞാൻ കുറെ നാളായി പോട്ടെന്ന് നീ കൊത്തി ഞങ്ങളുടെ ഒരു അമ്മ എന്നോട് പറഞ്ഞതാ, ഞാനും ഒന്ന് രണ്ട് പേര് എന്നെ പറഞ്ഞതാ, എൻ്റെ അച്ഛൻ ഒഴിച്ച് ആരെന്നെ തല്ലിയാലും ഞാൻ തിരിച്ചു തല്ലുവന്ന്. ഒരമ്മ ഇപ്പോഴും ഉണ്ട്, അമ്മ എന്നോടാ പറഞ്ഞത്, എൻ്റെ അപ്പൻ ഒഴിച്ച് എന്നെ ആര് തല്ലിയാലും ഞാൻ തിരിച്ചടിക്കുമെന്ന്. പക്ഷെ അമ്മ ഇപ്പം രക്ഷിക്കപ്പെട്ട് ദൈവകൃപയല്ല കേട്ടോ, അമ്മയുടെ ആയ കാലത്തെ കാര്യമാണ് പറഞ്ഞ്. അമ്മ തല്ലിയിട്ടുമുണ്ട്. അമ്മയുടെ തല്ലുകൊണ്ട് എത്ര എണ്ണമുണ്ട്. പ്രഗത്ഭന്മാർ വരെ പേര് പറഞ്ഞാൽ ഇപ്പം അലോഗ്യം ഉണ്ടാകും. ഈ തിരുവല്ല പട്ടണത്തിലെ പ്രഗത്ഭനായ ഒരു മനുഷ്യൻ കടന്നുപോയി. പുള്ളിയാ പറഞ്ഞത്, പുള്ളിക്കാരി ഇടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, മിനിഞ്ഞാന്നാ അത് മനസ്സിലായെന്ന്. കാരണം കുനിച്ച് നിർത്തി അമ്മ മിടിക്കുക. ഈയിടെ ഞാൻ അമ്മയെ കാണാൻ പോയി. ഇപ്പോഴും അമ്മ അത്ര മോശമല്ല. എന്നാൽ നമ്മുടെ കർത്താവ് ഒന്നിനും പ്രതികരിച്ചില്ല. വേശ്യാപുത്രാനെ വിളിച്ചു, ഒന്നും പ്രതികരിച്ചില്ല. എന്നാ തെളിയിച്ചിട്ടേ ഉള്ളൂ. നീ ഭൂതങ്ങളുടെ തലവനാകുന്ന ബെയൽസബൂലിനെ കൊണ്ട, ഒന്നും പ്രതികരിച്ചില്ല. ഒരുത്തൻ പറഞ്ഞു, നിനക്ക് ഭൂതമുണ്ട്, നിനക്ക് ഭൂതമുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞു എനിക്ക് ഭൂതമാണെന്ന്. പറയട്ടെ, പ്രതികരിക്കരുത്, മിണ്ടരുത്. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് തോന്നില്ലയോ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട്? അതാരാ പറഞ്ഞത്? എനിക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. പ്രതികരിക്കരുത്. സ്തോത്രം. യേശുവാ നമ്മുടെ മാതൃക. യേശുവാ മാതൃക. കന്നത്ത് അടിച്ചു. പണ്ട് അവിടുന്ന് അപ്പം നുറുക്കി കൊടുത്തതാ. ആ അപ്പം തിന്നവൻ, അവിടുന്ന് കൊടുത്ത അപ്പം തിന്നവനാ ആ കൈ കൊണ്ട് അടിച്ചു. ചവണ കൊണ്ട് മുഖത്തെ രോമം പിടിതെടുത്തു. ശാന്തമായിട്ടതെല്ലാം നിന്ന് സഹിക്കുക. മുൾക്കിരീടം അവിടുത്തെ തലയിൽ അടിച്ചിറക്കി. ഒന്നും പ്രതികരിച്ചില്ല. സ്തോത്രം. നമ്മുടെ മാതൃക യേശു ക്രിസ്തുവാ. ഒരിക്കൽ തെള്ളിയിടാൻ നോക്കി താഴോട്ട്, നരം ഒഴിഞ്ഞു മാറി. നിന്നെയും തെള്ളിയിടാൻ നോക്കും. നമ്മളെ കളത്തി മലയെ കയറ്റും. എന്നുവെച്ചാൽ അവിടുന്ന് കർത്താവിൻ്റെ വലിയൊരു ദാസൻ, ശ്രേഷ്ഠദാസൻ, ഈ ദാസനെ പോലെ വേറൊരു ദാസൻ ഇല്ല. ഈ ദാസനെ കുറിച്ച് ഓർക്കുമ്പോൾ അന്നേരം ഓർത്തോണ് നിന്നെ കളത്തി മേളിലോട്ട് കയറ്റുക. യവൻ തന്നെ ആയിരിക്കും നിന്നെ. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ? ലോക പ്രശസ്തൻ. അന്നേരം നോയിക്കോണം അങ്ങോട്ടും ഇങ്ങോട്ടും. യവൻ തന്നെ ആയിരിക്കും ചിലപ്പം തെള്ളി താഴെയിടാൻ. കളത്തി
സ്തോത്രം. ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് ഒരു വിടുതൽ എനിക്ക് കിട്ടുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു മനോസുഖമുണ്ട്. ഏതാ തിരുവല്ല അകപ്പുറം ചർച്ചിൽ. സ്തോത്രം. ഈ ദൈവദാസനെ കുറിച്ച് ഓർക്കുമ്പോൾ അന്നേരം ഓർത്തോണം, നിന്നെ തെള്ളിയിടാറായി കളത്തുക. കണ്ടവാന്, ഈ നാടൻ ഭാഷ പറഞ്ഞ കണ്ടവാന് സുഖിപ്പിക്കുമ്പം, കണ്ടവാന് നിന്നെ കിളത്തുമ്പം ഓർത്തോണം, അവൻ തന്നെ ആയിരിക്കും പുറകു നിന്റെ കോതുകാല് വെച്ചേച്ച് തെളിയിടുന്നത്. സ്തോത്രം. പേര് പറയത്തില്ല. പണ്ടൊരു ഒരു ദൈവനാസനുണ്ടായിരുന്ന ഒരു പരമാർത്ഥിയാ, ഒരു വിധത്തിൽ പറഞ്ഞാൽ പരമാർത്ഥിയാ. ഈ കൂടെ നിൽക്കുന്ന ശിങ്കിടികൾ ഇടയ്ക്കിടയ്ക്ക് എന്ന് പുള്ളിയോട് പറയും, സാറിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ശുശ്രൂഷ എന്തുവായിരുന്നു. ഉടനെ സാറ് ഒന്നുകൂടെ അങ്ങ് വിരിഞ്ഞിരിക്കും. എന്തുവായിരുന്നു? അയ്യോ തീയായിരുന്നു. ഉടനെ പുള്ളി കസൻ ജീസസ്. നാട്ടുകാർ പറഞ്ഞു ഒരു തീക്കുണ്ടം സ്റ്റേജിൽ കൂടെ ഓടുന്നെന്ന്. പുള്ളി അങ്ങ് ഇളകി. ഉടനെ പുള്ളി ചോദിക്കും, നടന്നാന്നോ വന്നേ, വണ്ടിക്കാന്നോ വന്നേ? ഞാൻ ബസ്സിനാ വന്നേ. ചെക്ക് എഴുതി കൊടുത്തു. അവനിത് പറയുന്ന മുടക്കല്ലേ ഉള്ളു. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും സംസാരമാ, ആ തീക്കുണ്ടം എന്ത് ചെയ്യുന്നു. പുള്ളിയെ കുപ്പിയിൽ ഇറക്കാൻ വേണ്ടി അവൻ ഒപ്പിക്കുന്നേ. ഈ പാവത്തിന് ഇത് അറിയത്തില്ലായിരുന്നു. അങ്ങനെയുള്ള നല്ല നമ്മളെ നന്നായിട്ട് കിളത്തുന്ന ആൾക്കാരുണ്ട് കണ്ടമാനം. മാന്യമായിട്ട് പറയുകയും യോഗ്യമായിട്ട് പറയുമ്പോൾ നമുക്കറിയാം. കണ്ടമാനം സുഖിപ്പിക്കുമ്പോൾ ഓർത്തോണം, യോ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് എന്തുമായിരുന്നു. അന്നേരം ഓർത്തോണം, ഇവൻ അപ്പുറലോട്ട് മാറി പറയും, അയാൾ എന്നെ ഈ പറയുന്നത്. അയാൾക്ക് ബോധവും വിവരമൊന്നും ഇവിടെ പറഞ്ഞാൽ ഇവൻ അപ്പുറലോട്ട് മാറി. ഇതാ ലോകം. ആരെയും കുറ്റം പറയുകയല്ല, പ്രകൃതി ഇതാ. അപ്പൊ ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നീ ഇളകരുത്. നമ്മുടെ മാതൃക യേശു ക്രിസ്തുവാ. സ്തോത്രം, സ്തോത്രം. അവിടുത്തെ സേവിച്ചും സ്നേഹിച്ചും ആരാധിച്ചും ആമേൻ അവിടുത്തെ പിന്നാലെ യാത്ര ചെയ്തോണം. അവിടുത്തെ നിന്ദിച്ചു, പരിഹസിച്ചു, ആക്ഷേപിച്ചു, അപമാനം പറഞ്ഞു, എന്തെല്ലാം പരിഹാസ ശരങ്ങൾ തൊടുത്തു വിട്ടു. രണ്ട് തല്ലിയാ നമുക്ക് സഹിക്കാം, പരിഹസിച്ചാലോ വലിയ മനോവേദനയാ. എന്നാൽ നമ്മുടെ കർത്താവ് അതെല്ലാം ശാന്തമായിട്ട് സഹിച്ചു. സഹതാപമൊരുത്തനും ഇല്ലവനിൽ, സഹകാരികളൊരുവരും ഇല്ലരികിൽ. സഹതാപമൊരുത്തനു ഇല്ലവനിൽ, സഹകാരികൾ ഒരുവരും ഇല്ലരികിൽ. സർവേശ്വരനും കൈവിട്ടതു ദാരുണ ഓർത്ത പാപികളാ നരകാൻ. സർവേശ്വരനും കൈവിട്ടതു ദാരുണ ഓർത്ത പാപികളാ നരകാൻ. കുരിശും നിജ തോളിലെടു തൊരുവൻ ഗിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാൺമീ. കുരിശും നിജ തോളിലെടു തൊരുവൻ ഗിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാൺമീ. നരകാഗ്നിയതിൽ നരരാകുലരായി എരിയാനിടയാകരുതായതിനാൽ. നരകാഗ്നിയതിൽ നരരാകുലരായി എരിയാനിടയാകരുതായതിനാൽ. ചൊരിയുന്നവനിൽ ദുരിതങ്ങള ശേഷം
ശേഷവുമീശൻ കാരുണ്യമേ തുമോർത്ത കുരിശും നിജ തോളിലെടു തൊരുവൻ ഗിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാൺമീ കുരിശും നിജ തോളിലെടു തൊരുവൻ ഗിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാൺമീ. നമ്മുടെ കർത്താവും നിന്ദിക്കപ്പെട്ടു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളെ നിന്ദിക്കും, ആക്ഷേപിക്കും, അപമാനിക്കും, പരിഹസിക്കും, പഴിക്കും, തളർന്നു പോകരുത്. നമുക്ക് മുന്നമേ ഇതെല്ലാം സഹിച്ച ഒരുവനുണ്ട്. അവനെ ധ്യാനിച്ചും ആരാധിച്ചും സ്നേഹിച്ചും സേവിച്ചും മുമ്പോട്ട് പൊക്കോണം. നിനക്കൊരു ദോഷവും വരികയില്ല. യഹോവ ഒരു ദോഷവും തെറ്റാനവണ്ണം നിന്നെ പരിപാലിക്കും. ദൈവത്തിന് സ്തോത്രം. അവിടെ ഓടിച്ചു പറയാം. അപ്പോൾ ഇസഹാക്കിന്റെ വിവാഹം ഇത് യഹോവയാൽ സംഭവിച്ചു. ആ കാര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചതാ. ഇസഹാക്ക് ക്രിസ്തുവേശുവിന് നിഴലും റിബേക്ക ആമേ ദൈവസഭയ്ക്ക് നിഴല. അത് പിന്നീട് ഒരു ദിവസം നമുക്ക് ചിന്തിക്കാം. നമ്മളെടുത്ത വാക്യം ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. രണ്ടാമത് ദൈവത്താൽ സംഭവിച്ച ഒരു വിഷയം ഓടിച്ച് മുൻപോട്ട് പോകാം. ഞാനിങ്ങനെ ആ ഭാഗം ശിംശോന്റെ ആ ബന്ധം, ശിംശോന് പല ബന്ധമുണ്ട്. അതിൽ ആരംഭത്തിൽ ഒരു ബന്ധം അത് യഹോവയാൽ സംഭവിച്ചതാണ്. വായിച്ചേ, ന്യായാധിപന്മാരുടെ പുസ്തകം, അറിവുള്ള വാക്യമാ, 14-ാം അധ്യായത്തിന്റെ ന്യായാധിപന്മാരുടെ പുസ്തകം 14:4 എന്ന് വായിച്ചേ. 14:4. ഇത് യഹോവയാൽ ഉണ്ടായത് എന്ന് അവന്റെ അപ്പനും ഇത് യഹോവയാൽ ഉണ്ടായത് എന്ന് അവന്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. അതാ, ഇത് യഹോവയാൽ ഉണ്ടായതെന്ന് അവന്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. എങ്ങനെയുണ്ട്? ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. ഇതിന്റെ പശ്ചാത്തലം വേദപുസ്തകം വായിച്ച് ധ്യാനിച്ച് പ്രസംഗം കേട്ടിട്ടുള്ള എല്ലാവർക്കും മനപാഠമായി പാകം. ഇത് യഹോവയാൽ സംഭവിച്ചു എന്നവന്റെ അപ്പനും അമ്മേ അറിഞ്ഞില്ല. ആരുടെ കാര്യമാ? ശിംശോനോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ആരുടെ കാര്യമാ? ശൂശു എന്ന് വെക്കാതെ ക്ലിയർ ആയിട്ട് പറ. ശിംശോൻ. സ്തോത്രം. ശിംശോന്റെ ഈ ബന്ധം, കാരണം ഈ ശിംശോന്റെ ഈ ബന്ധം, ഇവൻ പെലിസ്ത്യ നാട്ടിൽ ചെന്ന് ഒരു പെലിസ്ത്യ തിമ്മിനയിൽ ചെന്ന് ഒരു പെലിസ്ത്യ കന്യകയെ കണ്ടു. ശിംശോനെ പറ്റി നിങ്ങൾക്കറിയാം. ദൈവത്താൽ അരുളപ്പാട് ആലോചന ലഭിച്ച് ജനിച്ച കുട്ടിയാ ശിംശോൻ. മാനോഹേട്ടൊക്കെയും ഭാര്യയായിട്ടൊക്കെ ചെന്ന് ദൂത് പറഞ്ഞു. ആ സഹോദരിയോട് പറഞ്ഞു, നീ ഗർഭവതിയാകും, ഒരു മകനെ പ്രസവിക്കും, അവൻ യഹോവയ്ക്ക് നേസീവ്രതസ്ഥനായിരിക്കണം. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? വായിച്ചേ, 2-ാം വാക്യം 13:2. എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായി സോരാധ്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മനോഹ എന്ന് പേർ. അവന് മാനോഹ എന്ന് പേർ. അവന്റെ ഭാര്യ മച്ചിയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചുകൊള്ളുക. അപ്പൊ പിന്നെ ഒരു കാര്യം, നീ സൂക്ഷിക്കണം. സഹോദരിയോട് പറഞ്ഞു, നീ സൂക്ഷിക്കണം. അമ്മമാരെല്ലാം സൂക്ഷിച്ചോണം. തലമുറയോടുള്ള ബന്ധത്തിൽ അപ്പന്മാരെക്കാൾ കൂടുതൽ സൂക്ഷ്മതയോടെ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അമ്മമാരാ, ഇല്ലേ? ഞാൻ പ്രസവിച്ചെന്നേ ഉള്ളു പാസ്റ്റേ, കൊച്ചിനെ വളർത്തിയതല്ല അച്ചായന. അതിന് പാല് കൊടുത്തതും ബിസ്ക്കറ്റ് കൊടുത്തതും കുറുക്കുണ്ടാക്കി കൊടുത്തതും അപ്പയിട്ടപ്പം അതിൻ്റെ തുണി കഴുകിയതും എല്ലാം മിണ്ടുകയല്ല. ഈ
വയ്യാത്ത സഹോദരിമാരുണ്ട്, അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നന്നായിട്ട് സൂക്ഷിക്കണം സഹോദരിമാർ. അതാ ഈ മനോഹരയുടെ ഭാര്യയോട് പറയാ, നീ നല്ലതുപോലെ സൂക്ഷിച്ചോണം. ഈ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുകയാ, നന്നായിട്ട് സൂക്ഷിക്കണം. ഒന്നുകൂടെ വായിച്ചേ ആ പദം. ആകയാൽ നീ സൂക്ഷിക്കണം. ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ അമ്മ നല്ലതുപോലെ സൂക്ഷിച്ചോണം. നിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുരുവായിരിക്കുക, ഈ അകത്ത് കിടക്കുന്ന കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ നല്ലതുപോലെ സൂക്ഷിക്കണം. കൂടുതൽ സമയം വേദപുസ്തകം വായിക്കണം, പ്രാർത്ഥിക്കണം. ജോലി ചെയ്യുന്നവർ ചിലപ്പം ജോലി ചെയ്തേ ഓക്കൂ. ഇപ്പൊ പിന്നെ ഡോക്ടർമാര് കാണാൻ പോയി പ്രഗ്നന്റ് ആകുമ്പോൾ മുതൽ അങ്ങ് കാഴ്ചയാ, ഡോക്ടറെ കാഴ്ചയാ, എന്നും പോയി കാഴ്ചയാ. അവർക്കും ഇഷ്ടമാണ് കൂടെ കൂടെ വന്ന് കാണുന്നു. കാരണം അവർ ചെല്ല് പറയും അനങ്ങരുത്. ഇല്ല അനങ്ങുകയല്ല. കാപ്പി എടുത്ത് കുടിക്കരുത്, ബ്ലസനോട് പറയണം പിടിപ്പിച്ച് തരാൻ. ഒരു കാരണവശാലും കാട്ടിലേന്ന് അതിന് എന്താ ബെഡ് റെസ്റ്റോ മിണ്ടുകയല്ല. ഇന്നലെ ഞാൻ ചിറ്റാറ്റി ചെന്നപ്പം വാളിപ്പിളാക്കലെ അച്ചായൻ പറഞ്ഞ് ഞങ്ങളുടെ ഉപ്പാപ്പൻ്റെ ഭാര്യ 14 പ്രസവിച്ച് ആശുപത്രി എങ്ങനെയാന്ന് പോലും കണ്ടിട്ടില്ലെന്ന് ഇന്നലെ എന്നോട് പറഞ്ഞതാ. പിന്നെ പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലം. നിങ്ങളിപ്പം ചിന്തിക്കുന്ന ഇയാളാണ്ട് 70 കൊല്ലം മുമ്പെങ്ങാണ്ട് ഇരിക്കേണ്ട ആളാ. സ്തോത്രം. പണ്ടത്തെ അമ്മമാരൊക്കെ നന്നായിട്ട് ജോലി ചെയ്യും. എൻ്റെ വല്യമ്മച്ചിയുടെ ജ്യേഷ്ഠതയുണ്ട്, 14 പ്രസവിച്ചതാ. അമ്മച്ചി എന്നെയും വലിയ കാര്യമാണ്. അപ്പോൾ ഒരിക്കൽ പറഞ്ഞതാ, ഇളയ മകളെ പ്രസവിച്ച് ചരിത്രമാണ് പറഞ്ഞത്. ഞങ്ങൾ സാധുക്കളാണ് കേട്ടോ, പാടത്ത് പണിയുകയും അങ്ങനെയുള്ള ജോലി ചെയ്ത വളർത്തിയതും ജീവിച്ചതുമൊക്കെ. അപ്പം പറയാം, ഞാൻ ഞാറ് നട്ടോണ്ടിരിക്കുമ്പോഴാ ഈ പ്രസവവേദനയുണ്ടായി. അപ്പം ഞാൻ എൻ്റെ അനിയത്തി എൻ്റെ വല്യമ്മയോട് പറഞ്ഞു, എടി എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ അങ്ങ് കയറി പോവാ. ഉടനെ എൻ്റെ വല്യമ്മ പറഞ്ഞു, അതുകൂടെ നട്ടേച്ച് കയറിയാൽ മതിയെന്ന്. അപ്പം വല്യമ്മച്ചി പറയാം, ഞാൻ ഒരു തരത്തിൽ ആ ഒരു പിടി ഞാറുണ്ടായിരുന്നു, അതുകൂടെ നട്ടേച്ച് വീട്ടിലോട്ട് വന്നു. 14ാമത്തെ പ്രസവം. വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പം ഈ മധുരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുന്നു. പഴയ അമ്മമാർക്ക് ഞാൻ പറയുന്നത് അറിയാം, പറഞ്ഞുള്ള അറിവുള്ളതുകൊണ്ട് എനിക്കും അറിയാം. ഈ അന്നത്തെ കാലത്തൊക്കെ ഒരു പ്രസവം നടന്നാൽ പിന്നെ മുഴുവൻ കഠിന പഥ്യമാണ്, അങ്ങാടിപ്പൊടിയൊക്കെ കഴിക്കണം, വെള്ളം കുടിപ്പിക്കുകയില്ല. അതൊക്കെ അളന്ന് കുറിച്ച് തൂക്കി അങ്ങനെ ലേഹ്യവും അരിഷ്ടവും അതൊക്കെ വൈദ്യന്മാരുടെ വിധിപ്രകാരമാണ്. അമ്മേനെ 2-3 ദിവസമായിട്ട് കണ്ടില്ലായിരുന്നല്ലോ. അമ്മയ്ക്ക് വയ്യായിരുന്നോ? മരണമാ. അവിടെ ഇരുന്നു, പുറകിലിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് എന്താ ഇനി വല്ല ക്ഷീണമാണോ എന്നറിയാൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. മതി നമുക്ക് പിന്നെ പറയാം, യോഗം കഴിഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പോഴ് ചീനി പുഴുങ്ങി വെച്ചേക്കുന്നു. അപ്പം പെയിനായി. ഉടനെ അമ്മച്ചി എന്നോട് പറഞ്ഞ, ഇത് ഈ പ്രസവം കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഒന്നും ഇതൊന്നും കഴിക്കാം. ഞാൻ നിന്നുകൊണ്ടൊരു കഷണം പൊളിച്ച് കഴിച്ചാൽ അകത്ത് കയറി പ്രസവിച്ചെന്ന്. ഇപ്പോഴത്തെ കാലം അങ്ങനല്ല. എന്നിരുന്നാലും ഞാൻ എടുത്ത വിഷയം, ഒരു സ്ത്രീയുടെ ഉദരത്തിലൊരു കുഞ്ഞ് ഉരുവായാൽ ആ സ്ത്രീ വളരെ സൂക്ഷിച്ചോണം. വഴക്കുണ്ടാക്കാൻ പോകരുത്. അമ്മായിയമ്മയോടോ അമ്മായിയപ്പനോടോ ഭർത്താവിനോടോ അയലത്തുകാരോടോ വഴക്കുണ്ടാക്കിയാൽ ഈ കൊച്ചു ഇതിനകത്ത് കിടന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുക. ഈ കൊച്ചു പ്രസവിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അന്നേരം അതിൽ കീറും. കാരണം തള്ള 9 മാസം കിടന്ന് അപ്പുറത്തുകാരുമായിട്ട് കോഴി കയറിയെന്നും പറഞ്ഞ് കോഴിയെ എറിഞ്ഞ് ഓടിച്ചു. അവരോട് കയറി കൊമ്പ് കോർത്തു, ഇങ്ങോട്ട് ചാഞ്ഞ് നിന്ന് അവരുടെ ഓലമടൽ വെട്ടി വാക്കത്തിയെടുത്ത് കൊച്ചിതെല്ലാം അകത്ത്. അവന് ഇറങ്ങി വരുമ്പോൾ അവന് കത്തി അല്ലെങ്കിൽ കത്രി എടുത്തോണ്ട് വരും, നിന്നെ കണ്ടിക്കുമെന്നും പറഞ്ഞു. 9 മാസം ഇത് കണ്ടല്ലേ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതേസമയം ഉദരത്തിലൊരു കുഞ്ഞുരുവാമെന്ന് നീ വേദപുസ്തകം വായിച്ചേ, ഇരുന്ന് പ്രാർത്ഥിച്ചേ, വചനം ധ്യാനിച്ചേ, ആത്മീയ വിഷയങ്ങൾ ഒരു പാട്ടൊക്കെ പാടിക്കേ.
ട്യൂണൊന്നും വലുതായിട്ടില്ലെങ്കിൽ ചുമ്മാ ആണെങ്കിലും പാടിക്കേ, ഈ കൊച്ചിനും ഇത് താല്പര്യം വരും. അതിനെ പ്രസവിച്ചിട്ട് കഴിയുമ്പോൾ ചില പാട്ട് പാടുമ്പോൾ കൊച്ചുങ്ങൾ ശ്രദ്ധിക്കുന്ന കണ്ടിട്ടില്ലേ? അകത്ത് കിടന്ന് ഈ ഹൈന്ദവ പുരാണത്തിൽ പത്മവ്യൂഹം സൃഷ്ടിച്ചൊരു കഥയുണ്ട്. പത്മവ്യൂഹം. കൊച്ചകത്ത് കിടന്ന് പത്മവ്യൂഹം ഉണ്ടാക്കുന്നതിനെ പറ്റി കേട്ടു. അപ്പൊ ഇത് പറഞ്ഞു കൊടുത്തപ്പം പുള്ളി ഇങ്ങനെ മൂളി 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 പുള്ളി അങ്ങ് ഉറങ്ങി. പിന്നെ മൂളിയത് വേറെ ആളാ. ഇത് പറഞ്ഞു കൊടുത്ത പുള്ളിക്ക് മനസ്സിലായി മൂള് എന്നത് വേറെ ആളാണല്ലോ എന്ന്. അന്നേരം അങ്ങ് നിർത്തി. അപ്പൊ ഇത് പത്മയോഗം സൃഷ്ടിക്കുന്നതേ കൊച്ചു കേട്ടുള്ളൂ. ഇതിന്റെ വെളിയിൽ ഇറങ്ങുന്നത് അറിയാൻ മേല. അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പൊ ഈ അകത്ത് കിടക്കുന്ന കുഞ്ഞ് ഇതൊക്കെ ശ്രദ്ധിക്കും. അമ്മയുടെ ചലനം, അമ്മയുടെ ചിന്ത, അമ്മയുടെ ഇടപാട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോണം. കൊച്ചു വയറ്റിൽ ഉരുവായി. അമ്മായിയമ്മയായിട്ട് എന്നും കുസ്തിയാ. അമ്മായിയമ്മയായിട്ട് എന്നും കുസ്തിയാ. ഈ കൊച്ചു വെളിയിലോട്ട് വന്നാൽ മുഴുവൻ ആൾക്കാരുമായിട്ട് നിങ്ങൾ എന്നാന്ന് ഒരു അരുതാഴിയ പോലെ. ഞാൻ അത്ര ഇപ്പൊ പറയുന്നുള്ളൂ. ഈ സ്ത്രീയോട് പറയാ, വളരെ സൂക്ഷിച്ചോണം. നിന്റെ ഉദരത്തിലൊരു കുഞ്ഞുരുവാകാൻ പോവാ. സൂക്ഷിക്കുക. പിന്നെ വീഞ്ഞും മദ്യവും കുടിക്കരുത്. അല്ല, ആവശ്യമില്ലാത്തതൊന്നും കുടിക്കുകയും കഴിക്കുകയും ചെയ്യരുത്. അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ആവശ്യമില്ലാത്തതൊന്നും തിന്നുകയും ചെയ്യരുത്. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തിക്കും തൊടിപ്പിക്കരുത്. നാസീവർത്തസ്ഥനാവൻ. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീവർത്തസ്ഥന. നാസീവർത്തസ്ഥന്റെ പ്രമാണം സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഒന്ന് വായിച്ചേ. സംഖ്യ 6:1 മുതൽ വായിച്ചേ. നാസീവർത്തസ്ഥന്റെ പ്രമാണം. അറിവുള്ള വാക്യമാണ്, എന്നാലും വായിച്ചോ. 6:1 മുതൽ വായിച്ചോ. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ ഒരു പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീവ്രതം എന്ന വിശേഷ വിധിയായുള്ള വ്രതം ദീക്ഷിക്കുമ്പോൾ വീഞ്ഞും മദ്യവും വർജിക്കണം. പിന്നെ വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും അരുത്. തന്റെ നാസീവ്രതകാലം ഒക്കെയും കുരു തൊട്ട് തൊലി വരെ മുന്തിരിങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നത് ഒന്നും അവൻ തിന്നരുത്. നാസീവ്രതകാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവന്റെ തലയിൽ തൊടരുത്. യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കുന്ന കാലം തികയോളം അവൻ വിശുദ്ധനായിരിക്കണം. യഹോവയ്ക്ക് നാസീവർത്തസ്ഥനാ. ഇതാണ് നാസീവർത്തസ്ഥന്റെ പ്രമാണം. ഈ പ്രമാണം ശിംശോനുണ്ട്. ധാരാളം കാര്യങ്ങളുണ്ട്, എല്ലാം എടുപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള ശിംശോൻ ജനിച്ചു. ശിംശോനെ ഈ സ്ത്രീ പ്രസവിച്ചു. 24-ാം വാക്യം വായിച്ചേ. 13:24. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അനന്തരം മാനോഹയുടെ ഭാര്യ ഈ സഹോദരി ഒരു മകനെ പ്രസവിച്ചു. അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു. യഹോവ അവനെ അനുഗ്രഹിച്ചു. അടുത്തത് സോരയ്ക്കും എസ്തായോലിനും മധ്യേയുള്ള മകനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു. ദൈവാത്മാവിനാൽ നടത്തപ്പെടുക. ഉദ്യമിപ്പിച്ചു. ഒന്നിവൻ നാസീവർത്തസ്ഥനാ. മുന്തിരി കടിക്കരുത്, കാടി കുടിക്കരുത്, തൊലി തിന്നരുത്, കുരു തിന്നരുത്, പച്ചയാകട്ടെ പഴുത്തതാകട്ടെ ഒന്നും രുചിച്ചേക്കരുത്. മുന്തിരിയുടെ കാടിയാകട്ടെ വീഞ്ഞിന്റെ കാടിയാകട്ടെ മട്ടാകട്ടെ ഒന്നും പാടില്ല. ശവത്തെ തൊട്ട് അശുദ്ധനാക്കരുത്. അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ ആര് മരിച്ചാലും ശവത്തെ തൊട്ട് അശുദ്ധനാക്കരുത്. ജട കത്തിരിക്കരുത്. യഹോവയുടെ നാസീവർത്തം ശിരസില. ഇപ്പം വ്രതസ്ഥന. പെന്തിക്കോസുകാരോട് പറയാം, നീ വ്രതസ്ഥനാ, നിനക്ക് വ്രതമുണ്ട്. എല്ലാരും കഴിക്കുന്നതും എല്ലാരും കുടിക്കുന്നതും എല്ലാരും ചെയ്യുന്നതും എല്ലാരും പോകുന്നത് പോലെ എല്ലാരും ജീവിക്കുന്നത് പോലെ ജീവിക്കാനും പോകാനും ചെയ്യാനും നിൽക്കാനും നിനക്ക് പ്രമാണമില്ല. നീ പെന്തിക്കോസാ. ആരോട് പറയാനാ? സ്തോത്രം. വെറുതെ പാട്ട് പാടിയാ പോലെ. പെന്തിക്കോസു നാളിൽ മുൻമഴ പെയ്യിച്ച. പിന്നെ
പെന്തിക്കോസ്തു നാളിൽ ആ അർത്ഥത്തിലല്ല ഞാനീ പറഞ്ഞത്. നീ യഹോവയ്ക്ക് നേസീവ്രതസ്ഥനാ, ഒരു ദൈവവൈതലിന് വ്രതമുണ്ടെന്ന്. എല്ലാവരും കഴിക്കുന്നതും എല്ലാവരും കുടിക്കുന്നതും എല്ലാവരും ചെയ്യുന്നതും എല്ലാവരും പ്രവർത്തിക്കുന്നതും ചെയ്യാനും പ്രവർത്തിക്കാനും കൂടാനും കഴിക്കാനും നമുക്ക് പ്രമാണമില്ല. നീ വേർപെട്ട ദൈവവൈതലാ. സ്തോത്രം. അങ്ങനെയുള്ള ശിംശോൻ ആത്മാവ് ഇവനെ ഉദ്യമിപ്പിച്ചു, ദൈവം ഇവനെ അനുഗ്രഹിച്ചു. അനുഗ്രഹമൊക്കെ കിട്ടി, ദൈവാത്മാവിനാൽ ഉദ്യമവും ഒക്കെ പ്രാപിച്ച് ഇവൻ നേരെ തിമ്മിനേക്ക് പോയി. അവിടെ ചെന്ന് ഒരു പെങ്കൊച്ചിനെ കണ്ടു. നേരെ അവിടെ പോയി. ഇവനറിയാം എവിടെ ചെന്നാൽ ഇതൊക്കെ കാണാം. ചിലക്കറിയാം എവിടെ നിന്നാൽ കാണാം. അവർക്ക് ആ സ്ഥലങ്ങളൊക്കെ അറിയാം. ആരോട് സംസാരിച്ചാലാണ് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട്? ചിലരോട് അധികം സംസാരിക്കത്തില്ല, കാരണം ഇവരുടെ ഇഷ്ടത്തിന് അവർ സംസാരിക്കുകയല്ല, അന്നേരം സ്റ്റോപ്പ് ചെയ്യും. എന്നാൽ ചിലരോട് നല്ലതുപോലെ കാരണം അവരുടെ ആ നല്ല ചേരുംപടി ചേർത്ത്, നമ്മൾ മലയാളത്തിൽ ഉണ്ടായിരുന്ന ചേരുംപടി ചേർത്ത് നന്നായിട്ട് സംസാരിക്കും. ശിംശോൻ അറിയാം എവിടെ ചെന്ന്. ഇവൻ നേരെ തിമ്മിനേക്ക് പോയി. 14-ാം അധ്യായത്തിന്റെ 1-2 വായിച്ചേ. അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്ന് തിമ്നയിൽ നിന്ന് ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു. കണ്ടോ? ഫെലിസ്ത്യർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ശത്രുക്കളാ. അവിടെ ചെന്ന് കണ്ടു. എവളെ കണ്ടു? അവൻ വന്ന് തന്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു. എനിക്കൊരു കാര്യത്തിൽ ശിംശോനോട് ഒരു ബഹുമാനം. ഇത് കണ്ടിട്ട് വന്ന് അപ്പനോടും അമ്മയോടും പറഞ്ഞല്ലോ. ഇതിന്നത്തെ ശിംശോന്മാര് അവളുമായിട്ട് വീട്ടിൽ വരുമ്പോൾ അപ്പനും അമ്മയും സാംസ ഇതാരാ? ഇത് ദൈവം എനിക്ക് തന്നതാ. അയ്യോടി എന്നായിരുന്നു അത്? രജിസ്റ്റർ ചെയ്തിട്ട് 5 മാസമായി. യോ, നീ ഈ വീട്ടിൽ തന്നെ അല്ലായിരുന്നു? വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങളത് നേരത്തെ. ആകെ ഒരു മോന, പിന്നെ അപ്പനും അമ്മ എന്നാ ചെയ്യാനാ? എനിക്ക് ശിംശോനോടൊരു ബഹുമാനം. ഇവനെ അപ്പനോടും അമ്മയോടും വന്ന് പറഞ്ഞല്ലോ, പപ്പാ മമ്മി ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു. എന്നാലും തന്നെയല്ല എനിക്ക് പിന്നെയും ബഹുമാനം, അപ്പനെയും അമ്മയും കൂട്ടിക്കൊണ്ട് പോയി. അല്ലാതെ ഇവൻ അവളുമായിട്ട് കറങ്ങി നടക്കുകയല്ല. ബുള്ളറ്റേൽ 2 പേർക്കും 2 ഹെൽമെറ്റും. ആരും അറിയത്തുമില്ല ഇത് ശിംശോനാന്നോ. അയ്യോടി ശിംശോനെ, ഒരുമാതിരിപ്പെട്ട ശിംശോനല്ല ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഹെൽമെറ്റ് വെക്കുന്നോണ്ട് അറിയുന്നില്ലല്ലോ. ഗവൺമെന്റ് നല്ല നിയമമാ, സുരക്ഷയ്ക്ക് വേണ്ടിയാ. സുരക്ഷയാ. ചിലപ്പോൾ അപ്പം നിൽക്കുന്ന സൈഡിൽ കൂടെ ആയിരിക്കും ബുള്ളറ്റ് അവളുമായിട്ട്. തന്നെയല്ല ഇപ്പം ആണാന്നോ പെണ്ണാണോ എന്നറിയാൻ പറ്റില്ല. പെണ്ണുങ്ങളും ജീൻസും ഒക്കെ ഇട്ട് ഷർട്ടും ഒക്കെ ഇടുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പൊ അപ്പൻ്റെ അടുക്കൊണ്ട് വേണേ അപ്പൻ ഇന്ന് ഓൺ അടിച്ചേച്ച ഇവൻ കീന്ന് ഒരടി അണ്ണ അപ്പൻ നോക്കി അപ്പന് ഓർത്ത് അവൻ്റെ ഫ്രണ്ട് ആയിരിക്കും. അപ്പൊ അപ്പനോട് ചോദിച്ച ആരാ പോന്ന്? അത് അവനും കൂട്ടുകാരനും കൂടെ ജോലിക്ക്. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ? സാംസൺ അവളെയും കൊണ്ട് സ്തോത്രം. എനിക്ക് ശിംശോനോട് ഇഷ്ടം. ഇവൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ട് തിരിച്ചു വന്ന് അപ്പനോടും അമ്മയോടും പറഞ്ഞു, അച്ഛാ ഞാനൊരു പെൺകൊച്ചിനെ കണ്ടു. അങ്ങനെയല്ലേ എഴുതിയേക്കുന്ന വായിര്? അപ്പനോടും അമ്മയോടും അവൻ വന്ന് തന്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു. അപ്പനെയും അമ്മയെ അറിയിച്ചു. പിന്നെ ഞാൻ തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു. അതും പറഞ്ഞു. ഞാൻ പപ്പ തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു കേട്ടോ. അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അതും അവൻ പറഞ്ഞു. ഉള്ള കാര്യം തുറന്ന് പറഞ്ഞു. ഈ മാതാപിതാക്കളോട് മക്കൾ തുറന്ന് പറയണം. മാതാപിതാക്കളും മക്കളോട് തുറന്ന് പറയണം. കാര്യങ്ങൾ തുറന്ന് പറയണം. ഇല്ലെങ്കിൽ അത് വലിയ വിപത്തായി തീരും. ഇവൻ അപ്പനോടും അമ്മയോടും കാര്യം പറഞ്ഞു. ഞാനൊരു പെൺകുട്ടിയെ കണ്ടു, എനിക്ക് അവളെ ബോധിച്ചു, എനിക്ക് അവളെ ഭാര്യയായിട്ടും എടുക്കണം.
അല്ലാതെ എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ നീ അവൾക്ക് മിസ് കോൾ കൊട്ട് നിങ്ങൾ രണ്ടുകൂടെ സംസാരിച്ച് അവസാനം അവൾ പറയാം നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചോടി പോകാം. പിന്നെ അവൻ ചോദിക്കും എങ്ങോട്ടാണ് പോകണ്ടേ? നമുക്ക് മൂന്നാറിന് പോയാലോ? ഓ തണുപ്പാടി, എനിക്ക് അന്നേ ശ്വാസം മുട്ടലും ഉള്ളതാണ്. എന്നാൽ നമുക്ക് നോർത്ത് ഇന്ത്യക്ക് പോകാം, അവിടെ ചൂടല്ലേ, എനിക്ക് കണ്ടമാനം ചൂട് പഠിക്കാൻ ഒക്കത്തില്ല. എന്നാൽ നമുക്ക് ചെറായി ബീച്ചിലോട്ട് പോകാം, ഓ ഹ്യൂമിഡിറ്റിയാ, അതും എനിക്ക്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ പറഞ്ഞേ? ശിംശോൻ കാര്യമല്ല അപ്പനോടും അമ്മയോടും പറഞ്ഞു. അപ്പൊ അപ്പനും അമ്മയും പറഞ്ഞു അയ്യോ നമുക്കിത് പ്രമാണമില്ല ഫെലിസ്ത്യരുമായിട്ട് ബന്ധത കൂടാൻ. അടുത്ത വാക്യം വായിച്ചേ. അവന്റെ അപ്പനും അമ്മയും അവനോട് അഗ്രചർമ്മികളായ ഫെലിസ്ത്യരിൽ നിന്ന് നീ ഒരു ഭാര്യ എടുപ്പാൻ പോകേണ്ടതിന് നിന്റെ സഹോദരന്മാരുടെ കന്യകമാരിലും നമ്മുടെ സകല ജനത്തിലും യാതൊരുത്തിയും ഇല്ലയോ എന്ന്. അയ്യോ ഇവിടെ ആരും ഇല്ലയോ? നമ്മൾ ദാൻ ഗോത്രക്കാരാ. നമ്മൾ ഇസ്രായേൽ ഗോത്രം 12 ഉള്ളതിൽ ഒരു ഗോത്രമാണ് ദാൻ ഗോത്രം. ആ ദാൻ ഗോത്രത്തിൽപ്പെട്ടവരാ നമ്മൾ എന്ന് പറഞ്ഞ അപ്പനും അമ്മയും പറഞ്ഞത് നമ്മൾ ദൈവകുഞ്ഞുങ്ങളാന്ന്. നീ ദൈവവൈതലാ, നീ രക്ഷിക്കപ്പെട്ട ദൈവവൈതലാ, നീ സ്നാനപ്പെട്ട ദൈവവൈതലാ, നീ അഭിഷേകം പ്രാപിച്ചടാ, നീ തിരുമേശ എടുക്കുന്നടാ, നീ ഇവിടെ വന്ന് പാട്ട് പാടുന്നടാ, നീ ഇവിടെ വന്ന് ആത്മാവിലാകുന്നടാ. സ്തോത്രം. നിനക്കൊരു പ്രമാണമുണ്ട്. ഇവിടെ കന്യകമാരില്ലാഞ്ഞിട്ടാണോ നമ്മുടെ ഗോത്രത്തിൽ? ഇവിടെ ഇല്ലയോ? സ്തോത്രം. ഒരു ദൈവവൈതൽ വളരെ സൂക്ഷിച്ചോണം. ദൈവവൈതൽ വളരെ സൂക്ഷിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് തിരുമേശ എടുക്കുന്ന ദൈവവൈതൽ ജീവിത അനുഭവങ്ങളിൽ പെട്ടവരുമായിട്ട് ബന്ധത കൂടാൻ പാടുള്ളൂ. സ്തോത്രം. അത് ഇപ്പം ഭയത്തോടെ ഇടപെടേണ്ട വിഷയമാ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞാലും പയറുപോലെ ആത്മാവിലാകുന്ന സഹോദരിയാ, പടപടപടപടപടാന്ന് അന്യഭാഷ പറയുന്ന സഹോദരനാ. ചാട്ടവും തുള്ളലും ബഹളവും കണ്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. പക്ഷേ പിന്നെ അവസാനം പേപ്പറിൽ പരസ്യം വരും, തൻ്റേതല്ലാത്ത കാരണത്താൽ. അങ്ങനല്ലേ റേച്ച? അതാ എങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പറഞ്ഞേ. 32 വയസ്സുള്ള യുവാവ് തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ 32 വയസ്സുള്ള യുവാവ്. അതിനെ വേർപെടുത്തി അവള് വിടും. തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ 30 വയസ്സുള്ള യുവതി. പിന്നെ ഇത് ആരുടെ കാരണമാ? പോസ്റ്റ്മാൻ പറഞ്ഞ പോലെ അല്ലയോ? അവിടെ സുഖം, ഇവിടെ പിന്നെ എനിക്കാന്നോടാ സൂക്കേട്. അയാൾ വലിച്ചു കയറി ഊരോട്ട് കളഞ്ഞു. ആരും കേൾക്കുന്നില്ല. 2 കൂട്ടരും പറഞ്ഞ തൻ്റേതല്ലാത്ത. 9:30 നമുക്ക് ഷൂപ്പാസ് എന്നാണ് പറഞ്ഞതുപോലെ 21 കിടക്കുകയില്ലയോ? അപ്പം നമുക്ക് കുറേശ്ശെ ചിന്തിക്കാം. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. നീ ഒരു ദൈവ പൈതല, വ്രതസ്ഥന, വേർപാട് പാലിച്ചോണം. ആവശ്യമില്ലാത്ത ബന്ധങ്ങളും ബന്ധതകളും ഇടപാടുകൾക്കൊന്നും പോകരുത്. വിശ്വസ്തരും വിശുദ്ധരുമായി ദൈവത്തെ സേവിക്കണം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചേ.